ഹലോ ഗൈസ്, നിങ്ങൾക്ക് എൻ്റെ മുഖം ഓർമ്മയുണ്ടോ? ഒരു വർഷം എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് ഡിസംബർ ആ ഒരു ക്രിസ്മസ് ടൈമിലായിരുന്നു. അവസാനം ചെയ്തൊരു ഷോർട്ട്, ഒരു റീലായിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു സാന്റ, പിന്നെ ഒരു സ്ട്രീറ്റിനെ പറ്റിയിട്ട്. അത് കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് 1 year ആൻഡ് അറൌണ്ട് ലൈക്ക് 1 month കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് വന്നിരിക്കുകയാണ് ഗൈസ്. നമ്മൾ ഈ ഒരു വർഷം എന്തിന് ഗ്യാപ്പ് എടുത്തു? എന്തായിരുന്നു ഈ ഒരു വർഷം ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ഞാനും റോഷനും ചെയ്തുകൊണ്ടിരുന്നത്? കുറേ ആയിട്ട് വീഡിയോ ഒന്നും കാണുന്നില്ലല്ലോ. അങ്ങനെ കുറച്ച് പേരെങ്കിലും എന്നോട് ചോദിച്ചിട്ടുണ്ട്, എന്താണ് ഇപ്പോൾ വീഡിയോസ് ഒന്നും ചെയ്യാതെ, എന്തിനാണ് ഈ ഒരു വലിയൊരു ഗ്യാപ്പ് എടുത്തതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറേ പേര്. അപ്പോൾ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഒരു 1 year എന്ന് പറയുന്നത് എൻ്റെ ലൈഫിൽ കുറേ ചേഞ്ചസ്, എനിക്കൊന്ന് ഒരു ഓൾമോസ്റ്റ് ഒരു 10 years ആയിട്ട് എൻ്റെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ വന്നൊരു വർഷമായിരുന്നു ഒരുപാട് മാറ്റങ്ങളല്ല, ഒരുപാട് കാര്യങ്ങൾ നടന്നൊരു വർഷമായിരുന്നു 2025. അപ്പോൾ കുറെ നല്ലതും നടന്നിട്ടുണ്ട്, കുറെ ചീത്തയും നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കുറെ ഭയങ്കര ചലഞ്ചസ് നേരിട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു മിക്സഡ് ഇമോഷൻസ് ആയിട്ടുള്ള ഒരു വർഷമായിരുന്നു 2025. സോ കഴിഞ്ഞ വർഷം എന്ന് പറയുന്നത് ഒരു ഫുള്ളി പെയ്ഡ് ജോബിൽ നിന്ന് ഞാൻ അവസാനം ഒരു ബ്രേക്ക് എടുത്തു. ഞാൻ തിരിച്ച് കോളേജിലോട്ട് പോയി. എനിക്ക് തോന്നുന്നു ഒരു വെൽ പെയ്ഡ് ജോബിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ഒരു സ്റ്റാർട്ടിങ് എന്ന് പറയില്ലേ, നമ്മൾ സീറോന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് പോലെ ഞാൻ എൻ്റെ പഴയ ആ ഒരു ഫീൽഡ് വിട്ട് പുതിയൊരു ഫീൽഡ് ചൂസ് ചെയ്തു. അത് എൻ്റെ ലൈഫിലെ വലിയൊരു മാറ്റമാണ്. അതെനിക്ക് തോന്നുന്നു ഒരു സെപ്റ്റംബർ മുതലാണ് ഞാൻ എൻ്റെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ആയിരുന്നു ഈ ഒരു 2025 സ്റ്റാർട്ട് ചെയ്ത സമയം മുതൽ തന്നെ. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ അച്ഛനെ നഷ്ടപ്പെട്ടു. ഞാനും എൻ്റെ അച്ഛനും അത്രയും ക്ലോസ് ആയിട്ടുള്ള 2 ആൾക്കാരാണ്. ഞാനും എൻ്റെ അച്ഛനും മാത്രമല്ല, എനിക്ക് തോന്നുന്നു നമ്മൾ ഈ പേരക്കുട്ടികൾ എന്ന് പറയില്ലേ, അച്ഛനുമായിട്ട് അത്രയും കണക്റ്റഡ് ആയിരുന്നു. അച്ഛനെ നഷ്ടപ്പെട്ട ഒരു വർഷമാണ് 2025. 2025 അവസാനം വരെ കൊണ്ടുപോയി 2025 ഡിസംബർ 20 എൻ്റെ അച്ഛനെ എനിക്ക് നഷ്ടപ്പെട്ടത്. പക്ഷേ അതിലൊരു നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഒക്ടോബറിൽ പെട്ടെന്ന് എനിക്ക് എൻ്റെ കോളേജിൽ എനിക്ക് എൻ്റെ ഫസ്റ്റ് സെമസ്റ്റർ കഴിഞ്ഞിട്ട് ഒരു 15 ദിവസം ഓഫ് ഉണ്ടായിരുന്നു. ആ സമയത്ത് നാളെ മുതലാണ് ഓഫ് തുടങ്ങുന്നതെങ്കിൽ ഇന്ന് ഞാൻ റോഷനോട് പറഞ്ഞു, റോഷ എനിക്ക് എന്തോ അച്ഛനെ കാണാൻ തോന്നുന്നു, ഞാനൊന്ന് അച്ഛനെ കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞപ്പോൾ റോഷൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു. നെക്സ്റ്റ് ഡേ നാട്ടിൽ പോയി. അച്ഛൻ്റെ കൂടെ എനിക്ക് നല്ല കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റി. അതായത് ഒരു 7 ദിവസമാണ് ഞാൻ നാട്ടിലെ വീട്ടിലുണ്ടായിരുന്നത്. ആ ഒരു 7 ദിവസവും അച്ഛൻ്റെ കൂടെ അത്രയും നല്ല ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി എന്നുള്ളത് എനിക്ക് ദൈവം പറഞ്ഞതുപോലെ എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായി. അത് കഴിഞ്ഞ് 1.5 മാസത്തിനുള്ളിൽ അച്ഛൻ പോയി. അപ്പോൾ ഒരു ഭയങ്കര മിക്സഡ് ഇമോഷൻസ് നിറഞ്ഞൊരു വർഷമായിരുന്നു 2025. സോ കുറേ പേര് ചിന്തിക്കുന്നുണ്ടാവും, എന്താണ് ഇപ്പോ എന്താണ് ഈ ഒരു വർഷത്തെ ഗ്യാപ്പ് എടുത്തിട്ട് ഈ സമയം തിരഞ്ഞെടുക്കാൻ കാരണം എന്ന്. അങ്ങനെ ഇന്ന് സമയം തിരഞ്ഞെടുക്കണം എന്നില്ല. കാരണം ഞാൻ കുറേ വർഷങ്ങളായിട്ട്, എനിക്ക് തോന്നുന്നു ഒരു 2-3 years ആയിട്ട് ഈ വ്ളോഗിങ് എന്നൊക്കെ പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. സോ അതെനിക്ക് ഈ ഒരു ലാസ്റ്റ് 1 year ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. സോ ഐ തോട്ട് ഐ വിൽ റീസ്റ്റാർട്ട് ഇറ്റ്. പിന്നെ എല്ലാവരും പറയുമല്ലോ, ബെറ്റർ ലേറ്റ് ദാൻ നെവർ. അതുകൊണ്ട് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ നാളെ എന്ന് വെച്ച് ഐ ഡോണ്ട് വാണ്ട് ഇറ്റ് ടു ബി ഡ്രാഗ്ഡ് അവേ. സോ അതുകൊണ്ട് ഞാൻ ഇന്ന് ഇവിടെ റീസ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ആൻഡ് ഐ നീഡ് യു ഗൈസ് ടു സപ്പോർട്ട് മീ. സോ ഗൈസ്, നിങ്ങൾ ഈ വീഡിയോ തുടക്കം മുതലേ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ഹിയർ. അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇനിയും പോകെ മുന്നോട്ട് വെച്ച് കാണാം. സോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വരുന്ന കോണ്ടന്റുകൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോസായിട്ട് നമുക്ക് പോകെ കാണാം. അതിനു മുന്നേ നിങ്ങൾ എവിടെ നിന്നാണ് ഈ വീഡിയോ കാണുന്നത് എന്നുള്ളത് ഈ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് അറിയിക്കുക. സോ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ